ഞാനും കൂടി കുതിരനെ വെച്ച് ഓട്ട മത്സരം നടത്താൻ പോണേ. കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ്. അതേപോലെ നമ്മുടെ കുറെ തരം വെറൈറ്റി കുതിരയുണ്ട്. കണ്ടു എന്തോട് ഞാൻ കള്ളം പറയല്ല. എനിക്കറിയാം ടൈക്സ്, ഇത് നിന്റെ ബേസ് ഒന്നല്ല, ഇത് അവന്റെ ബേസാ. ഇവിടെ ഷിഞ്ചാനത് അവളല്ലേ? അവള് ഇവള് കുതിരകളൊക്കെ നോക്കി കണ്ടു. തിളങ്ങണ കുതിര, മഞ്ഞ കുതിര, കറുപ്പ് കുതിര. പിന്നെ ഷിഞ്ചാൻ ഇത് നോക്കിയേ, സ്കെൽട്ടൻ കുതിര. എന്ത്? ശരിയാണ് ഈ കുതിര നോക്കിയേ, 900 സ്റ്റാർ. ഈ കുതിരനൊക്കെ കിട്ടാണെങ്കിൽ നമ്മൾ ഈ റേസ് ഒക്കെ എന്തായാലും ജയിക്കും. അല്ലട ഷിഞ്ചാൻ, അപ്പൊ നിന്റെ പൈസ എവിടെയാ? എന്ത് ചോദ്യം ടൈക്സി? ഞാൻ കാണിച്ചുതരാം. ഇതാണ് എന്റെ പൈസ. ലെറ്റ്സ് ഗോ. എന്റെ ലിപ്പിണ്ടല്ലോ ടൈക്സി, ഒത്തിരി കുതിരകളെ കണ്ടു. ഈ മരം എല്ലാവരും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാ. അത് ടൈക്സി, അതെ. അല്ല ടൈക്സി, അപ്പൊ നിന്റെ എത്ര കുതിരകളുണ്ട്? എന്തേലും 2 അടിപൊളി കുതിരകളുണ്ട്. അവർ രണ്ടുപേരും നല്ല സ്റ്റാർ ഉള്ളതാ. അപ്പൊ ഇതാണ് ശരിക്കത്തെ നമ്മുടെ പ്ലോട്ട്. എന്തോട് ഞാനേ ഈ കുതിര ഫസ്റ്റ് കിട്ടുന്ന കുതിരല്ലേ? ഇതിനാണ് നീ പറഞ്ഞ നല്ല സ്റ്റാർ ഉണ്ടെന്നുള്ളത്. ഞാൻ എന്റെ കുതിരനെ നീ കളിയാക്കണ്ട. ഈ മരം വെച്ചാണ് ഞാൻ കുതിര ബിസിനസ് കൊടുക്കാൻ പോണത്. എന്നിട്ട് ഞാൻ നിന്നേക്കാളും വലിയ കുതിരകൾ ഉണ്ടാക്കും. ഒരിക്കലും നടക്കാത്ത കാര്യം ഇങ്ങനെ പറയല്ലേ, എനിക്ക് ചിരി വരുന്നേ. എടാ ഷിഞ്ചാനെ, നീ ഇങ്ങനെ ചിരിക്കണ്ട. നിന്നെ ഞാനിന്ന് എന്തായാലും തോപ്പിക്കും. എങ്ങനെ തോപ്പിക്കും? ഞാൻ നിന്നെ കുതിര മത്സരത്തിൽ തോപ്പിക്കും ഷിഞ്ചാനെ. ഉണ്ട് തോപ്പിക്കും. എനിക്ക് പറ്റില്ല ടൈക്സി. ഞാൻ പോയിട്ട് നല്ല നല്ല കുതിരകളെ ബ്രീഡ് ചെയ്യട്ടെ. ബൈ ടൈക്സി. തോക്ക റെഡി ആയിട്ടിരുന്നു ടൈക്സി. ഇല്ലടാ ഷിഞ്ചാനെ, ഞാൻ ജയിക്കും. കാണാം ടൈക്സി, കാണാം. ിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്. അതേപോലെ ഗൈസ്, നമുക്ക് ഷിഞ്ചാനെ തോപ്പിച്ച് വലിയ വലിയ കുതിരകളൊക്കെ ബ്രീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ് ചെയ്യട്ടെ ഗൈസ്. സബ് ചെയ്താലും പോവല്ലേ? യോ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ഇവന്മാർക്ക് ഫുഡ് മേടിച്ചു കൊടുത്ത് ഇവന്മാരൊന്ന് ബ്രീഡ് ചെയ്തേക്കാം. ഓക്കെ ലെറ്റ്സ്. ഞാൻ എന്തായാലും ഫുഡ് ഷോപ്പിൽ പോയിട്ട് ഒരു 2 ഗ്രാസ് മേടിക്കാൻ പോവാണ്. യോ ഗൈസ്, 2 എണ്ണല്ല, നമുക്ക് ഇവിടുന്ന് 5 എണ്ണം മേടിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ 5 എണ്ണം മേടിച്ചിട്ടുണ്ട്. എന്തൊരു ടൈക്സി ഗ്രാസ് വെച്ചിട്ട് ഇതാണ് ഞാൻ കൊടുക്കണത്? അതടച്ച് ഞാനേ എന്റെ ഞാനൊക്കെ പേരാണ് കൊടുക്കണത്. ഇത് എന്ത് ഫ്രൂട്ടാണ് ഷിഞ്ഞാനെ? ഇതിനൊക്കെ നല്ല പൈസ ടൈക്സി. ഇതാണ് ബ്ലൂബെറി ഫ്രൂട്ട്. എനിക്കിതാണ്. ഇല്ല ടൈക്സി, തരൂല. ബൈ. ഗൈസ്, അപ്പൊ നമുക്ക് ബ്ലൂബെറി ഫ്രൂട്ട് ഒക്കെ മേടിച്ച് നമ്മുടെ കുതിരക്കൊക്കെ കൊടുക്കണം ഗൈസ്. പക്ഷെ അതിന് നല്ല പൈസ എന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ ഗ്രാസ് എടുത്ത് ഇവനും അതേപോലെ തന്നെ ഇവനും കൂടി കൊടുത്തേക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും ബ്രീഡ് ആയിട്ട് നമുക്ക് നല്ല കുതിരക്കുട്ടനെ കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് കിട്ടും? അയ്യ ഗൈസ്, നമുക്ക് സ്ക്രൗണി നാഗ് എന്ന് പറഞ്ഞൊരു കുതിരനെ കിട്ടിയിട്ടുണ്ട്. ഇവന് 1 സ്റ്റാർ ഉള്ളു ഗൈസ്. ഓ നോ, ഞാൻ വിചാരിച്ചിട്ടുള്ള ഗൈസ് നമുക്ക് നല്ല കുതിരനെ കിട്ടുന്നതാണ്. യോ ഗൈസ്, ഇനി നമ്മുടെ ഒരു 3 ഗ്രാസ് കൂടി ഉണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഒന്നും കൂടി ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഇല്ല, ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഊനു ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഈ ട്യൂട്ടോറിയലൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവനെടുത്തിട്ട് നമ്മുടെ റേസ് നടത്താൻ പ്ലോട്ടിൽ കൊണ്ട് ഇടാൻ പോവാണ്. യോ ഗൈസ്, അങ്ങനെ കുതിരനെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവന്റെ പുറത്ത് കയറിയാണ് റേസിന് പോണ്ടത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ റേസിൽ കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇല്ലടാ, ഞാൻ നിന്നെ തോപ്പിക്കും. നമ്മുടെ കുതിരയൊക്കെ ആണെങ്കിൽ തീരെ സ്പീഡില് ഗൈസ്. നോ, കണ്ടു ഗൈസ്, നമ്മുടെ കുതിര എന്ത് സ്ലോവിലാണ് പോണേ നോക്കിയേ. അപ്പൊ നമ്മളങ്ങനെ 4ാം സ്ഥാനായിട്ടുണ്ട് ഗൈസ്. നോ, ഷിഞ്ചാനെ, നിന്റെ കുതിരക്ക് എന്ത് സ്പീഡാ? ഞാൻ പറഞ്ഞ ടൈക്സി, നിനക്ക് എന്നെ ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ പോയിട്ടൊരു വലിയൊരു കുതിരനെ മേടിക്കാൻ പോവാ. ബൈ. ഇല്ല ഗൈസ്, നമുക്ക് ഷിഞ്ചാനെ എങ്ങനെങ്കിലും തോപ്പിച്ചേ പറ്റൂ. പക്ഷെ അതിന് നമുക്കുള്ള ഗൈസ് നല്ല നല്ല കുതിരനെ വേണം. അപ്പൊ ഞാൻ ഇവനെടുത്തിട്ട് ഇനി നമ്മളോട് സ്റ്റേബിൾ പോയിട്ട് സെല് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ കുതിരനെ എടുത്തൊന്ന് സെല് ചെയ്യാൻ പോവാണ്. യോ ഗൈസ്, അങ്ങനെ ഇവനെ ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവനെ സെല് ചെയ്തപ്പോ നമുക്ക് $9.9 കിട്ടിയുള്ളൂ. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഗ്രാസ് എടുത്ത് ഇവരെ ഒന്നും കൂടി ഒന്ന് ബ്രീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവന് ഫുഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവനും ഫുഡ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും നല്ല കുതിരനെ കിട്ടുന്നാണ് എനിക്ക് തോന്നിട്ട് ഗൈസ്. നമുക്ക് നോക്കാം. യോ ഗൈസ്, ഏത് കിട്ടും? യോ ഗൈസ്, നമുക്ക് അങ്ങനെ മസ്താങ്കിനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ 20 സ്റ്റാർ ആണ് ഗൈസ്. ഇവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുതിരക്കുട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, കണ്ടോ, ഇവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുതിരക്കുട്ടനാണ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവനൊന്ന് റേസിന് ഇട്ടേക്കാം. വാട മസ്താങ്ക്. യോ ഗൈസ്, അങ്ങനെ ഞാൻ മസ്താങ്കിനെ എടുത്ത് ഇവിടെ റേസിന് ഇട്ടിട്ടുണ്ട്. അപ്പൊ 11 സെക്കൻഡ് കഴിയാണെങ്കിൽ ഇവിടെ റേസ് സ്റ്റാർട്ട് ആവട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ ജയിച്ചേ പറ്റൂ. പക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റുമോ അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, ഇപ്രാവശ്യം ആരുമില്ല.
ഷിൻജാനും ഇല്ല, ആരുമില്ല. അപ്പൊ നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് ഗോ. യോ ഗൈസ്, അങ്ങനെ റേസ് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പ്ലേസും അതുപോലെ ഒത്തിരി പൈസ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. യോ ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതെ ഗൈസ്, ഫസ്റ്റ് പ്ലേസ്. അപ്പൊ ഇപ്പൊ നമുക്ക് $138. ലെറ്റ്സ് ഗോ. ഞാനുള്ള ഗൈസ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് റേസിന് പോയി നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് നല്ല നല്ല ഫ്രൂട്ടുകളൊക്കെ മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യോ ഗൈസ്, ഇപ്രാവശ്യം നമ്മളിപ്പോ മത്സരിക്കാനായിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അവളെ നമ്മൾ എന്തായാലും തോപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നോ ഗൈസ്, നോ 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 നോ. അതെ ഗൈസ്, നമ്മൾ അവളെ തോപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ തന്നെ ജയിക്കുള്ളൂ. ലെറ്റ്സ് ഗോ. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇപ്പോ $430 ആയിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ള ഗൈസ് വല്ല വെറൈറ്റി ഫുഡൊക്കെ മേടിക്കാൻ പറ്റും നോക്കട്ടെ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ് നല്ല കൂടി ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കുതിരനെ കിട്ടും. അപ്പൊ ഞാൻ ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗൈസ് ബെറി മേടിക്കാം. ചിഞ്ചാൻ മേടിച്ചത്. ഓക്കെ, അത് ഞാൻ അങ്ങനെ 2 മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ ഈ മസ്താങ്കിനും അതേപോലെ തന്നെ ഇവന്മാരില് ആരെങ്കിലും ഒരാളും വെച്ച് നമുക്ക് ബ്രീഡ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ബെറി ഇവന് കൊടുത്തിട്ടുണ്ട്. ഇവന് കൊടുക്കണോ അതോ ഇവന് കൊടുക്കണോ? നമുക്കൊരു കാര്യം ഗൈസ്, ഈ ബ്ലാക്ക് കുതിരയ്ക്ക് തന്നെ കൊടുത്തേക്കാം. അപ്പൊ ഇനി നമുക്ക് നല്ല കുതിരനെ കിട്ടുമോ നോക്കാം. ഗൈസ്, നമുക്ക് ഡച്ച് വാം ബ്ലഡ് ഇവൻ 30 സ്റ്റാർ ഉണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇവനും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗൈസ്, ഇവൻ എന്ത് കുഞ്ഞിതാ നോക്കിയേ. അത് ഗൈസ്, ഇവൻ ഭയങ്കര കുഞ്ഞിതാണ്. കുഞ്ഞു കുതിരനെ കിട്ടിയല്ലോ. അതടിച്ച് നിന്നെ കണ്ടോ കുഞ്ഞു കുതിര? ഇവനെ കൊണ്ടോട്ടെ മത്സരത്തിന്. ിഞ്ചാനും കുഞ്ഞു കുതിര ഇവൻ എങ്ങനെ കൊണ്ടോണേ? ഇല്ലടച്ച് ഞാൻ അവൻ തരില്ല. അവൻ എനിക്ക് വേണം. ഞാൻ വെറുതെ പറഞ്ഞേ, നിന്റെ ഈ പാട്ട കുതിരൊന്നും കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജയിക്കാനായിട്ട്. എന്റെ നല്ല നല്ല കുതിരകളുണ്ട്, നിനക്കറിയോ? എടാ ഷിൻജാനെ, കുറച്ചു നേരം കൂടെ ഉള്ളൂ നിന്റെ വീമ്പിളക്കല്. അത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ തോപ്പിക്കും. ഒന്ന് പോയിട്ട് നിനക്ക് പറ്റില്ല. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. പിന്നെ കാണട്ടെ, ബൈ. ഗൈസ്, ഷിൻജാൻ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ കുതിരനെ നമുക്ക് വലുതാക്കണം. ഇവൻ സ്റ്റാർ 30 ആണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് 30 സ്റ്റാറുള്ള ഫുഡ് വാങ്ങി അവൻ 2 കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും വലുതാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ 2 ഓട്സ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് നമ്മുടെ കുതിരയ്ക്ക് ഒന്ന് കൊടുത്തു നോക്കാം. വെൽദാവടാ. യോ ഗൈസ്, അങ്ങനെ അവൻ വലിയ കുതിരയായിട്ടുണ്ട്. പക്ഷെ ഈ സൈസ് ഒന്നും പോരാ ഗൈസ്. ഇവൻ നല്ലോണം വലുതാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് ഒരു ഓട്സും കൂടി മേടിക്കട്ടെ. യോ ഗൈസ്, അങ്ങനെ ഞാൻ ഓട്സ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനുള്ള ഗൈസ് ഇതും കൂടി ഇവന് കൊടുക്കാൻ പോവാണ്. യോ ഗൈസ്, അതും കൂടി ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഇവന് ഇത്രത്തോളം വലുതാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നല്ല ഗൈസ് ഇവൻ എടുത്തിട്ട് നമുക്കൊന്ന് മത്സരിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ റേസ് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുള്ള ഗൈസ് നമ്മൾ എന്തായാലും ഇതില് ഫസ്റ്റ് അടിച്ചിരിക്കും. അതൊക്കെ അത്രയുള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ടോ, നമ്മുടെ ഒപ്പം മത്സരിക്കാനായിട്ട് ഒരുത്തനുണ്ട്. പക്ഷെ ഇവന്റെ കുതിരത്തി പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഊനോ ഗൈസ്, കണ്ടോ അവന് നല്ല സ്പീഡാണ്. നോ, വെറുതെ അല്ല ഗൈസ്, അവന്റെ കുതിരയുടെ സ്റ്റാർ കണ്ടോ 300 ആണ്. നമ്മുടെ ആണെങ്കിൽ 30 ഉള്ളൂ ഗൈസ്. എന്റെ ടാക്സി 30 ഉള്ളൂ, അവന്റെ 300 ഉള്ളൂ. എന്റെ ടാക്സി 900 ആണ്. നിനക്കെന്നെ ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. ഇല്ലടച്ച് ഞാൻ നിന്നെ എന്തായാലും തോപ്പിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്കിട്ടല്ലോ ഇവനും നമ്മുടെ മസാങ്കിനും ഒന്ന് ബ്രീഡ് ചെയ്തേക്കാം. അപ്പൊ അതിന് ഞാൻ നല്ലൊരു ഫുഡ് മേടിക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ഇനി ബെറീസ് മേടിക്കണ്ട ഗൈസ്. നമുക്ക് ടൊമാറ്റോ മേടിക്കണോ പെപ്പർ മിൻസ്? ഓക്കെ, പക്ഷെ ഗൈസ് ഇത് ഒരെണ്ണുള്ളൂ. അപ്പൊ എന്തായാലും അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ബനാനും കൂടി മേടിച്ചിട്ടുണ്ട്. യോ ഗൈസ്, നമുക്കുണ്ടല്ലോ ഈ നല്ല ഫുഡുകൾ കൊടുത്ത് നല്ല കുതിരേനാണ് മേടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ബ്ലാക്ക് പെപ്പർ ഇവന് കൊടുക്കാം. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഇവിടെ ഷോപ്പിൽ പോവാണെങ്കിൽ ഡബിൾ യുവർ ലക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് 25 റോബക്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ലക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഗൈസ് ലക്ക് എടുക്കാൻ പോവാണ്. എന്നാലും നമുക്ക് ഷിൻജാനെ തോപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ 2 ലക്ക് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ മസ്താങ്കിന് ബനാന കൊടുത്തേക്കാം. യോ ഗൈസ്, ഇവന് ബനാന കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പെപ്പർമിന്റ് ഇവന് കൊടുത്തേക്കാം. യോ ഗൈസ്, അപ്പൊ നോക്കാം നമുക്ക് ഏത് കുതിരനെ കിട്ടുന്നുള്ളത്. ഏത് കിട്ടും? യോ ഗൈസ്, നമുക്കൊരു ഫലാബെല്ല മിനിനെ കിട്ടിയിട്ടുണ്ട്. 80 സ്റ്റാർ. ലെറ്റ്സ് ഗോ. ശരിയാണ്ട ഗൈസ്, നമുക്ക് നല്ല രീതിക്ക് ലക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ലക്ക് ചെയ്യണമെങ്കിൽ എത്രയാണ്? ഊനോ ഗൈസ്, ഇനി ലക്ക് ചെയ്യണമെങ്കിൽ 49 റോബോട്സ് കൊടുക്കണം. അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇനി ഞാൻ ലക്ക് ചെയ്യണില്ല. ഇനി നമുക്കുള്ള ഗൈസ് ഇവനെ ഒന്ന് വലുതാക്കണം. എന്നിട്ട് വേണം നമുക്ക് റേസിൽ പങ്കെടുക്കാനായിട്ട്. പക്ഷെ ഇവൻ എത്രയാണ് ഗൈസ്? 80 ആണ് ഇവന്റെ സ്റ്റാർ. അപ്പൊ നമുക്ക് 80 സ്റ്റാറുള്ള ഫുഡ് വേണം. പക്ഷെ 80 സ്റ്റാറുള്ള ഫുഡ് മേടിക്കാനായിട്ട് നമ്മുടെ പൈസ ഇല്ല ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇവനൊന്ന് റേസിനിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ 80 സ്റ്റാറിന്റെ 2 ഫുഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ് ഇവനൊന്ന് ഫീഡ് ചെയ്തിട്ട് വലുതാക്കാൻ പോവാണ്. യോ ഗൈസ്, അങ്ങനെ അവനെ ഫീഡ് കൊടുത്ത് ഞാൻ വലുതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ കുതിരനെ മാറ്റിയിട്ട് നമ്മുടെ പുതിയ കിട്ടിയ കുതിരയുള്ള ഗൈസ് 80 സ്റ്റാറിന്റെ അവളൊന്ന് ഇട്ടേക്കാം. അപ്പൊ അവളെ വെച്ച് നമ്മൾ റേസ് ചെയ്യണമെങ്കിൽ എന്തായാലും ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഷിൻജാന്റെ കുതിരയുള്ള ഗൈസ് 100 സ്റ്റാർ ആണ്. നമുക്ക് എന്തായാലും
എന്തെങ്കിലും പിടിച്ചു നിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇവളെടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോവാണ്. യോ ഗൈസ്, ഈ കുതിരനെ ഞാൻ അങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഒന്ന് മത്സരത്തിലൊന്ന് പങ്കെടുത്ത് നോക്കാം. യോ ഗൈസ്, നമ്മുടെ തൊട്ടപ്പുറത്ത് ഷിൻജാനും അതേപോലെ ഇപ്പുറത്ത് വേറെ പ്ലേയേഴ്സ് ഉണ്ട്. യോ ഗൈസ്, അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. യോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഷിൻജാനെ നമ്മൾ തോപ്പിച്ചു. എടാ ഷിൻജാനെ ഞാൻ നിന്നെ തോപ്പിച്ചു. ഒന്ന് പോയി ടോയ്സ് ഞാൻ കാണിച്ചു തരാം. ഇല്ലടാ ഷിൻജാനെ നിനക്ക് പറ്റില്ല, ഞാൻ ജയിക്കാൻ പോവാ. ഇപ്പൊ എങ്ങനെ ടോയ്സ്? എടോ ഷിൻജാനെ, ഞാൻ പറഞ്ഞില്ല ടോയ്സ് എനിക്ക് തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇപ്പോ 1.2k ഡോളർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് രണ്ട് നല്ല ഫുഡുകൾ മേടിച്ചിട്ട് ഇവന്മാർ രണ്ടുപേർക്ക് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. പിന്നെ ഗൈസ് നമ്മുടെ കയ്യിൽ കുറച്ച് അധികം കുതിരകൾ ഉണ്ടായി. അവന്മാരൊക്കെ ഞാൻ വിറ്റുട്ടെ ഗൈസ്. കാരണം അവന്മാരൊന്നും കാലില്ല ഗൈസ്. വെറുതെ നമ്മള് തീറ്റ കൊടുത്തിട്ട് എന്താ കാര്യം? അവന്മാര് വിറ്റപ്പോ കുറച്ച് പൈസ കിട്ടി. അപ്പൊ ആ പൈസകളൊക്കെ കൂട്ടിയിട്ടുള്ള ഗൈസ് നമുക്ക് നല്ലൊരു ഫുഡ് മേടിച്ചേക്കാം. എത്ര സ്റ്റാറുള്ള ഫുഡ് മേടിക്കണോ അത്രയും സ്റ്റാറുള്ള കുതിരനെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഒരു $500. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ക്രിസ്റ്റൽ ക്യാരറ്റ് ഉള്ള ഗൈസ് ഇത് മേടിച്ചു കൊടുത്തേക്കാം. ഓക്കെ, അത് രണ്ടെണ്ണം ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മുടെ കുതിരക്കുട്ടന്മാർക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇവന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കട്ടെ ഗൈസ് ഏത് കുതിരനെ കിട്ടും നോക്കാം. യോ ഗൈസ്, നമുക്കൊരു പുള്ളി കുതിരനെ കിട്ടിയിട്ടുണ്ട് 70 സ്റ്റാറിന്റെ. പക്ഷെ ഇതൊന്നും പോരാ ഗൈസ്, നമുക്ക് നല്ല കുതിരനെ വേണം. അപ്പൊ ഞാൻ എന്തായാലും ഇവനെടുത്ത് ഒന്നുകൂടി ഒന്ന് റേസിന് ഇടട്ടെ. യോ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ പുതിയ കുതിരനും അതേപോലെ തന്നെ ഈ പുതിയ കുതിരനും കൂടി ബ്രീഡ് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം നമുക്ക് നല്ലത് കിട്ടിയാൽ മതി. ഏത് കിട്ടും? യോ ഗൈസ്, കിട്ടി ഫൈനലി 175 സ്റ്റാറുള്ള കുതിര. യോ ഗൈസ്, ലെറ്റ്സ് ഗോ. നിനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി. എന്താ ഞാനേ ഒന്നില്ല ടോയ്സ്. ഓ ഗൈസ്, ഷിൻജാന്റെ റേറ്റ് കൂടുതല് 175 അതാണല്ലേ ഷിൻജാനെ നീ അയ്യോന്ന് പറഞ്ഞത്. അല്ല ടോയ്സ്, അതൊന്നല്ല. എന്റെ നല്ല കുതിരകളുണ്ട്, ഞാൻ ഇറക്കണ്ട. ഉണ്ടാണ് ഷിൻജാനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവനൊന്ന് ഫുഡ് കൊടുത്ത് വലുതാക്കിട്ട് ഒന്ന് റേസിൽ ഇറങ്ങി നോക്കാം. അപ്പൊ നമുക്കുള്ള ഗൈസ് 175 സ്റ്റാറിന്റെ ഫുഡാണ് മേടിക്കേണ്ടത്. 175 സ്റ്റാറിന്റെ ഫുഡിന് $350. നമുക്കൊരു 2 മേടിക്കേണ്ടി വരും. ഇല്ല ഗൈസ്, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഗാലക്സി ഗ്രീൻ മേടിച്ചേക്കാം. ഇല്ല ഗൈസ്, അതിന് പൈസ വേണം. അതെ ഗൈസ്, അതിന് നമുക്ക് $25 കൂടി വേണം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ കുതിരനെ എടുത്തൊന്ന് റേസിലിടട്ടെ. യോ ഗൈസ്, അങ്ങനെ ഞാൻ ആ ഗാലക്സി ഗ്രീൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇതൊന്നും ഇവന് കൊടുത്തേക്കാം. ഇത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇതും കൊടുത്തിട്ടുണ്ട്. യോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് അടുത്ത റേസ് ഷിൻജാന്റെ ഒപ്പം മത്സരിച്ച് നോക്കാം. എടാ ഷിൻജാനെ, നീ റെഡിയല്ലേ തോക്കാനായിട്ട്? നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും ഈ കുതിരനെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഇവനെ ഇടാൻ പോവാണ്. ഇവനല്ല ഗൈസ്, അത് ഗൈസ് ഇവൻ തന്നെയാണ് 175ന്റെ കുതിര. ഓക്കെ, അപ്പൊ ഞാൻ ഇവനെ വിട്ടിട്ടുണ്ട്. എടാ ഷിൻജാനെ, നീ റെഡി ആയിക്കോ. ഞാനൊക്കെ റെഡി ആയിട്ട്. നീ ഇങ്ങോട്ട് വാ. ഓടാ ഷിൻജാനെ, ഞാൻ നിന്നെ കാണിച്ചറാ. നിനക്ക് പറ്റൂല. കാണാം നമുക്ക്. കാണാം. യോ ഗൈസ്, റേസ് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഷിൻജാനെ നമുക്കുള്ള ഗൈസ് എന്തായാലും തോപ്പിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും മാക്സിമം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. ഓക്കെ, എടാ ഷിൻജാനെ റെഡിയാടാ. റെഡി. നീ നോക്കിക്കോ, നിന്നെ ഞാനിന്ന് തോപ്പിക്കും. ഇല്ലടാ ഷിൻജാനെ, നിനക്ക് പറ്റൂല. പറ്റും. എങ്ങനെയുണ്ട്? എടാ ഷിൻജാനെ, ഓനോ ഗൈസ്, നമ്മളെ കുതിരയേക്കാൾ സ്പീഡാണ് ഷിൻജാന്റെ കുതിര. അതെ ഗൈസ്, ശരിയാണ്. ഓനോ എന്തൊരു ടൈസ് ചമ്മല്ലേ. എടാ ഷിൻജാനെ, നിനക്ക് ഞാൻ കാണിച്ചറാടാ. എനിക്ക് അടുത്ത കുതിരനെ കിട്ടി. 2000 years later. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ 2.2k ഡോളർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇപ്രാവശ്യം നല്ലൊരു ഫുഡ് മേടിച്ച് ബ്രീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഏതാണ് നമുക്ക് മേടിക്കാൻ പറ്റിയ ഫുഡ് നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, 500 സ്റ്റാറിന്റെ ഫുഡ് ഇത് മേടിച്ചു കൊടുത്താലോ? ഗോൾഡൻ ക്യാരറ്റ്. ഓക്കെ, അങ്ങനെ ഇത് ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കുള്ള ഗൈസ് ഈ 2 ക്യാരറ്റ് നമ്മുടെ കുതിരക്കുട്ടന്മാർക്ക് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ലെവലുള്ളത് ആരാണ് ഗൈസ്? അതെ ഗൈസ്, ഇവനും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവനും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഏത് കുതിരനെ കിട്ടും നോക്കാം. ഏത് കിട്ടും? യോ കിട്ടണേ, നല്ലത് കിട്ടണേ. യോ ഗൈസ്, കിട്ടി. അങ്ങനെ ഫൈനലി നമുക്കൊരു 500 സ്റ്റാറിലെ കുതിരനെ കിട്ടി. ലെറ്റ്സ് ഗോ. പക്ഷേ ഗൈസ്, ഇവനെ നമുക്ക് വലുതാക്കണ്ടേ, അതാണ് പ്രശ്നം. ഇത് റെയിൻബോ ആണ്. യോ ഗൈസ്, ഇത് റെയിൻബോ കുതിരയാണ്. പക്ഷെ ഇവനെ വലുതാക്കണമെങ്കിലുള്ള ഗൈസ് നമുക്ക് 500ന്റെ 2 ഫുഡ് വേണം, അതാണ് പ്രശ്നം. നോ ഗൈസ്, അത് ഇത്തിരി റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ നല്ല ഗൈസ് കുറച്ചൊന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇവനൊന്ന് വലുതാക്കിയിട്ട് വേണം നമുക്ക് ഷിൻജാന്റെ ഒപ്പം മത്സരം വയ്ക്കാനായിട്ട്. യോ ഗൈസ്, അപ്പൊ ഈ ഫുഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വലുതാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇവൻ അങ്ങനെ വലുതായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ ഒന്ന് റേസ് വെക്കാൻ പോവാണ്. എടാ ഷിൻജാനെ, എന്റെ പ്രൈസിനുണ്ടോ? എനിക്കൊരു 250 സ്റ്റാറിലെ കുതിരനെ കിട്ടി. അത് വെച്ച് ഞാൻ നിന്നെ എന്തായാലും തോപ്പിക്കും. എന്നാ പാടാ.
അയ്യോ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഷിൻചാന്റെ ഒപ്പം റേസ് വെച്ചേക്കാം, അതും നമ്മുടെ 500 സ്റ്റാറിലെ കുതിരയായിട്ട്. റെഡി അല്ലേ ടോയ്സേ? ആടെ ഞാൻ റെഡി. എന്നാ ടോയ്സേ റെഡി 3 2 1 യോ ടോയ്സേ. ടോയ്സേ നിന്റെ കുതിരയുടെ തലയും എന്താണ് റെയിൻബോ? എടാ ഷിൻചാനെ, എന്റെ കുതിരനെ നിനക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ലടാ. പറ്റും ടോയ്സേ പറ്റും. ഓ നോ. എടാ ടോയ്സേ നിന്റെ കുതിര 500 സ്റ്റാറോ? ഇതിന് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഇൻട്ര ഷിൻചാനെ, ഞാൻ പറഞ്ഞില്ല നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഓ നോ. യോ ഗൈസ്, അങ്ങനെ നമ്മൾ ഷിൻചാനെ തോപ്പിച്ചിട്ടുണ്ട്. എന്നാലും നിനക്ക് എങ്ങനെയാടാ ഈ കുതിരനെ കിട്ടിയത്? അതൊക്കെ കിട്ട ഷിൻചാനെ. അല്ലട ഷിൻചാനെ, ഇന്നാര് ജയിച്ചേ? ഇന്ന് നീയാ ജയിച്ചേ. ഓ നോ. അപ്പൊ ഗൈസ്, അടുത്ത മത്സരത്തിൽ നമുക്ക് ടോയ്സിനെ എന്തായാലും തോപ്പിക്കണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.